ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പൂക്കൾ കൊണ്ടുള്ള വർണ്ണവിസ്മയം കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സൗദി അറേബ്യയിലെ യാംബുവിലുള്ള ഫ്ലവർ ഫെസ്റ്റിവൽ 2024 പെരുന്നാൾ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ചെങ്കടൽ തീരനഗരിയായ യാംബു വിസിറ്റ് ചെയ്യുന്നത്. വൈകിട്ട് 4 മണിക്കാണ് ഇവിടെ ഓപ്പണിംഗ്. നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞാൽ വെളിച്ചമുള്ളതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സിൻ്റെ നല്ലൊരു അടിപൊളി വ്യൂ കാണാനായി സാധിച്ചേനെ. പക്ഷേ നമ്മളിവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ലൈറ്റ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു നൈറ്റ് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. ഇനി ഫ്ലവർ ഷോ കാണാനായി അകത്തേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വഴിയിലൂടെ നീളം ഫ്ലവേഴ്സിൻ്റെ ഒരു വലിയ റോ തന്നെ കാണാം. ഒത്തിരി പൂക്കൾ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയായി തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 14 ഈ വർഷത്തെ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്തത്. മാർച്ച് വരെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഏപ്രിൽ 30 വരെയാക്കി. പിന്നെ നമ്മളിവിടെ വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ എൻട്രൻസ് ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല, ഫ്രീ ആയിരുന്നു. യാംബു റോയൽ കമ്മീഷനാണ് ഈ ഫ്ലവർ ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. 3 ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ഈ ഫ്ലവർ ആൻഡ് ഗാർഡൻ ഫെസ്റ്റിവൽ നേടിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 19,464 ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ട് എഴുതിയ സൽമാൻ രാജാവിൻ്റെ പേര്. ഇത് അറബിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലവർ ഫെസ്റ്റിവലിനകത്തേക്ക് കടക്കുകയാണ്. നിറയെ ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് ഗാർഡനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കൊട്ട എന്ന ബഹുമതി കൂടി ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പൂക്കൾ കൊണ്ട് നിറഞ്ഞ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒത്തിരി ഉണ്ട് ഇവിടെ നടന്ന് ക്ഷീണിക്കുന്നവർക്ക് വേണ്ടി ഗോൾഫ് കാറും ബസ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ബസ്സിൽ യാത്ര ചെയ്യാൻ 100 റിയാലാണ് വരുന്നത്. അപ്പോൾ ഫ്ലവർ ഷോ വിസിറ്റ് ചെയ്യാൻ നമ്മളോടൊപ്പം ഫ്രണ്ട്സും ഫാമിലീസും ഉള്ളതുകൊണ്ട് തന്നെ ഡബിൾ ഡെക്കർ ബസ്സാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഗാർഡന് ചുറ്റുമുള്ള ഈ യാത്ര നല്ല രസമായിരുന്നു. ഇത് ഒരു ഒത്തുചേരൽ എന്നതിലുപരി ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. പൂന്തോട്ട പരിപാലന രീതികൾ, സുസ്ഥിത പരിസ്ഥിതി അവബോധം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളും പ്രദർശനങ്ങളും നമുക്കിവിടെ കാണാം. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളിലെ അറിവ് വളർത്താനും സർഗാത്മകത ഉണർത്താനുമുള്ള ഒരു പ്രധാനപ്പെട്ട ഇടം കൂടിയാണിത്. കുടുംബങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനവും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ സംഗമഭൂമിയുമായ ഈ ഉത്സവം സന്ദർശകർക്ക് വിവിധ വിദ്യാഭ്യാസപരവും വിനോദപരവുമായ പാരിസ്ഥിതിക അനുഭവങ്ങളിൽ മുഴുകുവാനുള്ള അവസരം നൽകുന്നു. സ്വദേശികളും വിദേശികളുമായ ഒരുപാട് സന്ദർശകർ ഇവിടെ വന്നു പോകുന്നുണ്ട്.
പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും പാർക്കുകളും ടെക്നോളജി ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോർണർ, ട്രാഫിക് സേഫ്റ്റി വില്ലേജ്, റീസൈക്കിൾ ഗാർഡൻ, ചിൽഡ്രൻസ് പാർക്ക്, ഫുഡ് കോർട്ട്, സ്റ്റാൾ തുടങ്ങി ഒട്ടനവധി ഫെസിലിറ്റീസ് ഇവിടെയുണ്ട്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് റീസൈക്കിൾ മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ബഹിരാകാശ റോക്കറ്റ്. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. വിവിധ നിറങ്ങളാൽ അലങ്കരിച്ച പൂക്കളുടെ ഒരു പരവതാനി തന്നെ ഇവിടെ നിരത്തിയിട്ടുണ്ട്. പൂക്കൾക്കിടയിൽ ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ച ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ തിളങ്ങുന്ന പൂന്തോട്ടം എന്ന ബഹുമതിയും കൂടി ഇപ്രാവശ്യത്തെ യാംബു ഫ്ലവർ ഷോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. സന്ദർശകരുടെ ആഗ്രഹം പോലെ തന്നെ വൈവിധ്യവും സവിശേഷതയും നിറഞ്ഞ നിരവധി പുതിയ ഇവന്റുകൾ ഈ വർഷത്തെ ഫ്ലവർ ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാംബു ഫ്ലവർ ഫെസ്റ്റിവൽ 2024 വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ.